students, I am Lijois Babu, your social science teacher. This video will help you to know the meaning of the questions and answers of the first chapter in Standard 7, Europe in Transition. Europe Parivartana Padai. Question number 1. What are the special features of the Hagia Sophia? Hagia Sophia'യുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? The important monuments in the history of the world. വളരെ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകമാണ് ഇത്. ലോക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളിൽ ഒന്ന്. It was built in the 6th century AD. AD 6-ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചത്. It is the epitome of the architectural splendors of Constantinople. Epitome എന്ന് വെച്ചാൽ ഏറ്റവും നല്ല ഉദാഹരണം, ഉത്തമ മാതൃക. വാസ്തുവിദ്യയുടെ മനോഹരമായ ഉത്തമമായ മാതൃകയാണ് ഹഗിയ സോഫിയ. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന നഗരത്തിലെ വാസ്തുവിദ്യയുടെ എപ്പിറ്റമി, ഉത്തമ മാതൃകയാണ് ഇത്. ഇതൊക്കെയാണ് ഹഗിയ സോഫിയയുടെ പ്രത്യേകത. ക്വസ്റ്റ്യൻ നമ്പർ 2. വാട്ട് വേർ ദ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ? കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന നഗരത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സെന്റർ ഓഫ് നോളേജ്, വിജ്ഞാനത്തിന്റെ കേന്ദ്രം, അറിവിന്റെ കേന്ദ്രം. എബോർഡ് ഓഫ് സ്കോളേഴ്സ്, പണ്ഡിതന്മാരുടെ ആവാസ സ്ഥലം. ആൻഡ് ട്രഷർ ട്രോവ് ഓഫ് സ്കോളർലി ടെക്സ്റ്റ്, പണ്ഡിത ഗ്രന്ഥങ്ങളുടെ കേന്ദ്രം അഥവാ അമൂല്യ ഗ്രന്ഥങ്ങളുടെ കേന്ദ്രം. പണ്ഡിതന്മാരുടെ കേന്ദ്രം, അമൂല്യ ഗ്രന്ഥങ്ങളുടെ കേന്ദ്രം, അറിവിന്റെ കേന്ദ്രം. ഗേറ്റ് വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടം. വൈ ഡിഡ് ദേ മൈഗ്രേറ്റ് ടു ഇറ്റലി? എന്തുകൊണ്ടാണ് അവർ ഇറ്റലിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത്, കുടിയേറിയത്, പോകാനായിട്ട് ഇടയായിട്ട് തീർന്നത്? അവർ എന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിൽ താമസിച്ചിരുന്ന പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ. ആൻസർ: Italy was a country that upheld the rich Greco-Roman tradition. ഇറ്റലി എന്ന് പറയുന്ന രാജ്യം ഗ്രീക്ക് റോമ സംസ്കാരത്തിന്റെ പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു. അപ്ഹൾഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേറുന്ന, ട്രഡീഷൻ എന്ന് വെച്ചാൽ പൈതൃകം. അതായത് ഇറ്റലി എന്ന് പറയുന്ന നഗരം വളരെ പാരമ്പര്യമുള്ള സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്ന, ഗ്രീക്കുകാരുടെയും റോമക്കാരുടെയും സംസ്കാരത്തിന്റെ പൈതൃകം കുടികൊള്ളുന്ന സ്ഥലമായിരുന്നു. The rich Italian traders were the patrons of art, literature and culture. ഇറ്റലിയിലെ സമ്പന്നരായ കച്ചവടക്കാർ അല്ലെങ്കിൽ വ്യാപാരികൾ കല, സാഹിത്യം, സംസ്കാരം എന്നിവയുടെ സൂക്ഷിപ്പുകാർ. പാട്രൻസ് എന്ന് വെച്ചാൽ സൂക്ഷിപ്പുകാർ അഥവാ പ്രോത്സാഹിപ്പിക്കുന്നവരായിരുന്നു. These traders were keen to preserve the historical and cultural heritage. ചരിത്ര പൈതൃകങ്ങൾ, കൾച്ചറൽ ഹെറിറ്റേജ്, ചരിത്ര പൈതൃകങ്ങൾ, ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് വെച്ചാൽ ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ, പ്രിസർവ് ചെയ്യുന്നതിൽ, സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്ന വ്യാപാരികൾ തൽപരരായിരുന്നു. കീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളവരായിരുന്നു, തൽപരരായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 4. When did the Turks conquer Constantinople? എന്നാണ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്? ഇൻ 1453, 1453. Question number 5. What was the Istanbul's old name? ഇസ്താംബുളിന്റെ പഴയ പേരെന്താണ്? കോൺസ്റ്റാന്റിനോപ്പിൾ. Question number 6. Where did the Renaissance process
begin at the end of the 13th century. 13ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ എവിടെയാണ് നവോത്ഥാന പ്രക്രിയ ആരംഭിച്ചത്? ഇറ്റലി. ക്വസ്റ്റ്യൻ നമ്പർ 7. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മിഡീവിയൽ പീരീഡ്? മധ്യകാലഘട്ടത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ദ ഫൈൻ ആർട്സ്, literature and history in the medieval period were centered on religious ideology. മധ്യകാലഘട്ടത്തിൽ കല, സാഹിത്യം, ചരിത്രം എന്നിവ മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ളതായിരുന്നു. റിലീജിയസ് ഐഡിയോളജി എന്ന് വെച്ചാൽ മതപരമായ ആശയങ്ങൾ. The texts were invariably written in Greek and Latin, as these languages were considered elite and scholarly. യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത് ലാറ്റിനും ഗ്രീക്കുമായിരുന്നു. ഈ ഭാഷകളിലാണ് കൃതികൾ രചിച്ചിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 8. വാട്ട് ആർ ദ ചേഞ്ചസ് that happened during 13th century? 13ാം നൂറ്റാണ്ടിൽ സംഭവിച്ച മാറ്റങ്ങൾ എന്തൊക്കെയാണ്? By the dawn of the 13th century, 13ാം നൂറ്റാണ്ടിൻ്റെ ഉദയത്തോടുകൂടി Latin and Greek gave way to regional language like English, Spanish and French. ലാറ്റിൻ ഭാഷയും ഗ്രീക്ക് ഭാഷയും പ്രാദേശിക ഭാഷകളായ ഇംഗ്ലീഷിനും സ്പാനിഷിനും ഫ്രഞ്ചിനും വഴിമാറിക്കൊടുത്തു. എന്ന് വെച്ചാൽ ലാറ്റിനും ഗ്രീക്കിനും പകരം പ്രാദേശിക ഭാഷകളായ ഇംഗ്ലീഷും സ്പാനിഷും ഫ്രഞ്ചും ഉപയോഗിക്കാൻ തുടങ്ങി. The writers of this period adopted the life of the common man as a central theme of their works. അക്കാലത്തെ എഴുത്തുകാർ മനുഷ്യരുടെ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ സാധാരണ മനുഷ്യരുടെ ജീവിതങ്ങളാണ് തങ്ങളുടെ കൃതികളിൽ പ്രധാന പ്രതിപാദ വിഷയമായിട്ട് സ്വീകരിച്ചത്. The literature of this period was no longer confined to religion and philosophy, but gave way to themes that depicted diverse aspects of human life. The literature of this period, ഈ കാലഘട്ടത്തിലെ സാഹിത്യം, was no longer confined to religion and philosophy. മതപരമായ അല്ലെങ്കിൽ തത്വചിന്താപരമായ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. But gave way to themes that depicted diverse aspects of human life. മറിച്ച് മതപരമായ തത്വചിന്തപരമായ കാര്യങ്ങളെക്കാൾ മനുഷ്യജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളെ പ്രതിപാദ്യ വിഷയമാക്കി ചിത്രീകരിച്ചു. Similar changes occurred in other art forms like painting and sculpture. ഇതുപോലെ ചിത്രകലയിലും ശില്പവിദ്യയിലും മാറ്റങ്ങൾ പ്രകടമായി. Question number 9. What is humanism? മാനവികത എന്നാൽ എന്ത്? The vision primarily concerned with the various aspects of human life is known as humanism. മനുഷ്യജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്ന് പറയുന്നത്. 8th ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ മതത്തേക്കാൾ തത്വചിന്തയേക്കാൾ മനുഷ്യജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് ഹ്യൂമാനിസം, മാനവികത എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 10. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമാനിസം? മാനവികതയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? The new spirit of humanism inspired unique thoughts on the universe and human life. It promoted reasoning and the spirit of enquiry. പ്രപഞ്ചത്തെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുവാൻ മാനവികത പ്രേരിപ്പിച്ചു.
യുക്തിചിന്തയുടെയും അന്വേഷണത്വരയുടെയും വളർച്ചയ്ക്ക് ഇത് കാരണമായി. ക്വസ്റ്റ്യൻ നമ്പർ 11. വാട്ട് ഈസ് റിനൈസൻസ്? നവോത്ഥാനം എന്നാൽ എന്താണ്? എ ന്യൂ അവൈക്കനിങ് in all spheres of human life became visible in Europe and it is known as the Renaissance. മനുഷ്യജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ, നാനാമേഖലകളിൽ പുത്തൻ ഉണർവ്, പുതിയ ഒരു മാറ്റം മാനവികത സൃഷ്ടിച്ചു. ഈ മാറ്റത്തെയാണ്, ഈ ഉണർവിനെയാണ് റിനൈസൻസ്, നവോത്ഥാനം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 12. ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് റിനൈസൻസ്? നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പെട്രാർക്ക്. പെട്രാർക്കാണ് നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 13. ദ മാഗ്നം ഓപ്പസ് ഓഫ് പെട്രാർക്ക് ഈസ് ഡാഷ്. പെട്രാർക്കിൻ്റെ പ്രസിദ്ധമായ കൃതി ഏത്? സീക്രട്ടം. സീക്രട്ടമാണ് പെട്രാർക്കിൻ്റെ പ്രസിദ്ധമായ കൃതി. ക്വസ്റ്റ്യൻ നമ്പർ 14. റൈറ്റ് ദ മേജർ റിനൈസൻസ് റൈറ്റേഴ്സ് ആൻഡ് ദെയർ വർക്ക്സ്. പ്രധാനപ്പെട്ട നവോത്ഥാന എഴുത്തുകാരും അവരുടെ പ്രധാന കൃതികളും കുറിച്ച് എഴുതുക. ഫസ്റ്റ് വൺ, പെട്രാർക്ക്. പെട്രാർക്കാണ് എഴുത്തുകാരൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ പേര് സീക്രട്ടം. ഡാന്റേ, ദ ഡിവൈൻ കോമഡി. ബൊക്കാച്ചിയോ, ദ ഡെക്കാമറോൺ. സെർവാൻറ്റസ്, ഡോൺ കിക്സോട്ട്. ഇറാസ്മസ്, ഇൻ പ്രൈസ് ഓഫ് ഫോളി. Question number 15. Write the major Renaissance artists and their fields of work. പ്രധാനപ്പെട്ട നവോത്ഥാന ചിത്രകാരന്മാരും അവരുടെ മേഖലയും അവരുടെ വർക്കുകളും, അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ, അതാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട മേഖലകൾ. ഫസ്റ്റ് വൺ, ലിയാനോ ഡാവിഞ്ചി. സൃഷ്ടി അല്ലെങ്കിൽ അവരുടെ ഫീൽഡ് എന്ന് പറയുന്നത്, അവരുടെ വർക്ക്സ് എന്ന് പറയുന്നത് മൊണാലിസ ആൻഡ് ദ ലാസ്റ്റ് സപ്പർ. അവരുടെ ഫീൽഡ് പെയിൻറ്റിങ്. മൈക്കൽ ആഞ്ചലോ, അവരുടെ വർക്ക് അല്ലെങ്കിൽ അവരുടെ സൃഷ്ടികൾ എന്ന് പറയുന്നത് ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്. അവരുടെ ഫീൽഡ്, മേഖല, ഏത് മേഖലയിലായിരുന്നു? പെയിൻറ്റിങ്, ചിത്രകല. റാഫേൽ, ദ സ്കൂൾ ഓഫ് ആഥൻസ്, പെയിൻറ്റിങ്. Lorenzo Ghiberti, the door of the Florence Baptistery, architecture, Vastuvidya. Donatello Gattameleta, sculpture, ശില്പവിദ്യ. അപ്പോൾ ചിത്രകല, വാസ്തുവിദ്യ, ശില്പവിദ്യ, ഇതൊക്കെയാണ് വ്യത്യസ്തമായ ഫീൽഡ് ആർട്ടിസ്റ്റുകളുടെ. Question number 16. What was the prevalent belief about the earth and universe in ancient age? പുരാതന കാലഘട്ടത്തിൽ ഭൂമിയെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചുമുള്ള പ്രധാന വിശ്വാസം എന്തായിരുന്നു? The earth was the center of the universe. ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നായിരുന്നു പ്രബലമായ വിശ്വാസം. Who disproved that belief? ആ വിശ്വാസത്തെ തെറ്റാണെന്ന് തെളിയിച്ചത് ആരാണ്? കോപ്പർനിക്കസ്. കോപ്പർനിക്കസ് ആണ് ആ വിശ്വാസത്തെ തെറ്റാണെന്ന് തെളിയിച്ചത്. നെയിം ദ തിയറി ദാറ്റ് കോപ്പർനിക്കസ് ഡിസ്പ്രൂവ് ദെയർ ഫോൾസ് ബിലീഫ്. ഈ വിശ്വാസത്തെ, ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ എന്ന വിശ്വാസത്തെ എപ്രകാരമാണ്, ഏത് തിയറി ഉപയോഗിച്ചാണ് കോപ്പർനിക്കസ് തെളിയിച്ചത്? ദ തിയറി ഓഫ് സോളാർ സിസ്റ്റം, സൗരയൂഥ സിദ്ധാന്തം എന്ന തിയറി ഉപയോഗിച്ച്, അല്ലെങ്കിൽ സൗരയൂഥ സിദ്ധാന്തം ഉപയോഗിച്ച്. ഹൂ ഇൻവെൻറ്റഡ് ദ ടെലസ്കോപ്പ് ആൻഡ് സയൻറ്റിഫിക്കലി പ്രൂവ് ദ തിയറി ഓഫ് ദ സോളാർ സിസ്റ്റം. ആരാണ് ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത്? ആരാണ് ശാസ്ത്രീയമായി സൗരയൂഥ സിദ്ധാന്തം തെളിയിച്ചത്? ഗലീലിയോ ഗലീലി. ടെലസ്കോപ്പ് കണ്ടുപിടിച്ചതും ശാസ്ത്രീയമായി
സോളാർ സിസ്റ്റം എന്ന തിയറി തെളിയിച്ചതും ഗലീലിയോ ഗലീലിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 20. ഹൗ ഡിഡ് ഗലീലിയോ ഗലീലി പ്രൂവ് ദ തിയറി ഓഫ് സോളാർ സിസ്റ്റം വാസ് ട്രൂ? എങ്ങനെയാണ് ഗലീലിയോ ഗലീലി സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിച്ചത്? He invented the telescope and observed the sky and thus proved that the theory of solar system was true. അദ്ദേഹം ടെലസ്കോപ്പ് കണ്ടുപിടിക്കുകയും അതിലൂടെ ആകാശത്തെ നിരീക്ഷിച്ചുകൊണ്ട് സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിച്ചു. What was the invention that brought revolutionary changes in the diffusion of knowledge? അറിവിൻ്റെ വ്യാപനത്തിന് വിപ്ലവകരമായ മാറ്റം വരുത്തിയ കണ്ടുപിടുത്തം എന്തായിരുന്നു? പ്രിന്റിംഗ് പ്രസ്, അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം. ക്വസ്റ്റ്യൻ നമ്പർ 22. The person who gave leadership to bring about reforms in the field of religion. മതപരമായ മേഖലയിൽ ഉണർവിന് നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ പേര് മാർട്ടിൻ ലൂഥർ. Which country paved the way for the beginning of Reformation? മത നവീകരണത്തിന് ആരംഭം കുറിച്ച രാജ്യമേത്? ജർമ്മനി. വാട്ട് ഈസ് നോൺ ആസ് റിഫോർമേഷൻ? മത നവീകരണം എന്നാൽ എന്ത്? The refinement underwent by the European Christianity in the 16th century is known as the Reformation. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിലുണ്ടായ പരിഷ്കരണത്തെയാണ് മതനവീകരണം, റിഫോർമേഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 25. വാട്ട് ലെഡ് ടു ദ ഡിസ്കവറി ഓഫ് ന്യൂ സീ റൂട്ട്സ് ഇൻ ദ മിഡീവിയൽ പീരീഡ്? എന്തിൻ്റെ കണ്ടുപിടുത്തമാണ് പുതിയ കടൽ റൂട്ടുകൾ, സഞ്ചാര പാതകൾ മധ്യകാലഘട്ടത്തിൽ കണ്ടെത്താൻ ഇടയാക്കിയത്? ദ ഇൻവെൻഷൻ ഓഫ് ദ കോമ്പസ്, വടക്കു നോക്കി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തവും. ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് അഡ്വഞ്ചർ, സാഹസിക സഞ്ചാരത്തോടുള്ള താല്പര്യവും. രണ്ട് കാര്യങ്ങളാണ് പുതിയ കടൽ പാതകൾ കണ്ടെത്താനായിട്ട്, പുതിയ കടൽ പാതകൾ, വഴികൾ, കടലിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന റൂട്ടുകൾ കണ്ടെത്താൻ മധ്യകാലഘട്ടത്തിൽ സഹായിച്ചത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, കോമ്പസിൻ്റെ കണ്ടുപിടുത്തം, വടക്കു നോക്കി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം. രണ്ട്, സാഹസിക സഞ്ചാരത്തോടുള്ള താല്പര്യം. ക്വസ്റ്റ്യൻ നമ്പർ 26. വാട്ട് ഈസ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ? വ്യവസായ വിപ്ലവം എന്നാൽ എന്താണ്? ദ റിനൈസൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്, ശാസ്ത്രമേഖലയിലുണ്ടായ ഉണർവ്, മാറ്റം. ലെഡ് ടു ദ ഇൻവെൻഷൻ ഓഫ് ന്യൂ മെഷീൻസ്, പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിലേക്ക് വഴിതെളിയിച്ചു. വിച്ച് ബ്രോട്ട് അബൌട്ട് ഇമ്മൻസ് ചേഞ്ച് ഇൻ ദ ഫീൽഡ് ഓഫ് പ്രൊഡക്ഷൻ, ഇത് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കാരണമായി. കോൺസിക്വൻ്റ്ലി പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് വൈൽ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസ്ഡ്, ഉൽപാദനം വർദ്ധിച്ചപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസ്ഡ്, ഉൽപ്പന്നത്തിൻ്റെ വിലയിൽ കുറവുണ്ടായി. സച്ച് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് പ്രൊഡക്ഷൻ, ഇങ്ങനെ ഉൽപാദന മേഖലയിലുണ്ടായ മാറ്റം അഷേർഡ് ഇൻ ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യവസായ വിപ്ലവത്തെ ത്വരിതപ്പെടുത്തി. ഇറ്റ് ബിഗാൻ ഇൻ ഇംഗ്ലണ്ട് ആൻഡ് റെവല്യൂഷനൈസ്ഡ് പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡ്, ഇത് ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണ്. ഇതേ തുടർന്ന് ഉൽപാദനത്തിലും വാണിജ്യത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ക്വസ്റ്റ്യൻ നമ്പർ 27. ടാബുലേറ്റ് ദ സയൻറ്റിസ്റ്റ് ആൻഡ് ദെയർ ഇൻവെൻഷൻസ് ഡ്യൂറിങ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായി നടന്ന കണ്ടുപിടുത്തങ്ങളും അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും പട്ടികപ്പെടുത്തുക. ഇൻവെൻഷൻ ഡ്യൂറിങ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ആദ്യത്തെ കോളത്തിൽ കണ്ടുപിടുത്തങ്ങളാണ്. രണ്ടാമത്തെ കോളത്തിൽ കണ്ടുപിടിച്ച വ്യക്തികൾ, ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളാണ്. ഫ്ലൈയിങ് ഷട്ടിൽ എന്ന് പറയുന്നത് ഒരു തയ്യൽ മെഷീൻ, തയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു യന്ത്രം അല്ലെങ്കിൽ ഒരു ചെറിയ മെഷീൻ എന്ന് വേണമെങ്കിൽ പറയാം. ജോൺ കെ ആണ് അത് കണ്ടുപിടിച്ചത്.
സ്പിന്നിങ് ജെന്നി നെയ്യാനായിട്ട്, തുണി നെയ്ത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ജെയിംസ് ഹാർഗ്രീവ്സ് ആണത് കണ്ടുപിടിച്ചത്. സ്റ്റീം എൻജിൻ, ആവി യന്ത്രമാണ്. ജെയിംസ് വാട്ട് ആണത് കണ്ടുപിടിച്ചത്. ലോക്കോമോട്ടീവ് എന്ന് വെച്ചാൽ ട്രെയിനാണ്. പഴയ കാലത്തെ ട്രെയിൻ. ജോർജ് സ്റ്റീഫൻസൺ ആണത് കണ്ടുപിടിച്ചത്.